ജോയിന്റ് കൗൺസിൽ വെള്ളരിക്കുണ്ട് മേഖലാ സമ്മേളനം വെള്ളരിക്കുണ്ടിൽ സമാപിച്ചു. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിലെ ജനറേറ്റർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വെള്ളരിക്കുണ്ടിലെ പൊടോര കുഞ്ഞിരാമൻ നായർ സ്മാരക ഹാളിൽ വെച്ചാണ് ഇത്തവണ ജോയിന്റ് കൗൺസിൽ വെള്ളരിക്കുണ്ട് മേഖലാ കമ്മിറ്റി സമ്മേളനം നടത്തിയത്. സംഘടനയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബാനം ദിവാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതായത് ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും അവസാനമായിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. നമുക്ക് CL പി കെ വാസുദേവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഹാഫ് CL എന്ന ഒരു പ്രയോജനം നമുക്ക് കിട്ടിയത്. അതിനെ തുടർന്ന് തന്നെ 2002 ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തെക്കുറിച്ച് നമുക്കറിയാം. 2002 ഇവിടെ 32 ദിവസം ജീവനക്കാർ സമരം ചെയ്യേണ്ടി വന്നു. എന്തിനു വേണ്ടിയാണ്? 2002 ജനുവരി മാസം 16-ാം തീയതി ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളെ, 2002 ശേഷം സർവീസിൽ വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ജീവനക്കാർ കുറേയധികം പേർ 2002 ശേഷം നമ്മുടെ സർവീസിൽ വന്നവരാണ്. അങ്ങനെയുള്ള ജീവനക്കാർ അന്നത്തെ ആ ഉത്തരവെന്ന് എടുത്ത് വായിച്ചു നോക്കണം. GOP നമ്പർ 56/2002, തീയതി 16/1/2002. ആ ഉത്തരവ് എടുത്തു നോക്കിയാൽ നമുക്ക് അന്ന് വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു സമീപനമായിട്ടായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. മേഖലാ സെക്രട്ടറി ജെയ്ബിൻ ചാക്കോ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് G സുരേഷ് ബാബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. M അരുൺ കുമാർ, TV രഞ്ജീഷ് എന്നിവർ സംസാരിച്ചു. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിലെ ജനറേറ്റർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി NS ഷാനിദിനെ പ്രസിഡന്റായും NG സജയിനെ സെക്രട്ടറിയായും R അനൂപ് കുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.